കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഒരു ഐസോന്ന് വിളിക്കും. പിന്നെ എന്റെ ചോറൂടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇരിക്കുന്നവരെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന്. അങ്ങനെ എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനായിട്ട് കിടക്കുകയാണ് ഗൈസ്. ഞാനിവിടെ അപ്പൊ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴയും നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴേ ഉമ്മച്ചി വാളയും ഉടുപ്പും എല്ലാം കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് തന്നേട്ടാ. എനിക്ക് 6 മാസം പൂർത്തിയായി. അപ്പൊ ഇന്ന് പെരുന്നാളായിട്ട് ഞാൻ ചോറ് തിന്നാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കവന്നൊക്കെ കിടക്കുകയാണ്. കുഞ്ഞായൊക്കെ നോക്കിയാണ് കുഞ്ഞായൊക്കെ എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഉടുപ്പാണ് ഞാൻ ഇടുന്നത്. എന്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പൊ ഇന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഉടുപ്പിന്റെ നിക്കറിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നിക്കറിടേന്ന്. എനിക്ക് കുഞ്ഞായാണ് നിക്കറിട്ടേന്ന് കേട്ടാ. അപ്പൊ അടുത്തിരുന്ന് വേറൊരു കുഞ്ഞിന്റെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ചിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിന്റെ ചെയ്യാതെയൊക്കെ കിടന്നു നോക്കി. പിന്നെ ഒരു വിധത്തിലല്ല കവര സമ്മതിക്കുന്നില്ല ഗൈസ്. പിള്ളേര് എന്നെ ഒരു വിധത്തിൽ കവര വിടത്തില്ല. ഇത്രയും നാൾ കവരുന്നില്ലേ എന്ന് പരാതിയായിരുന്നു കേട്ടാ. ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എന്നെ കവരാനും വിടുന്നില്ല. പിന്നെ കുറെ കരിവളയൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ അപ്പഴേ പറഞ്ഞു ഞാൻ കുറച്ച് മോഡലാണ് ഈ കരിവളയെന്ന് പറഞ്ഞത്. ഞാൻ വിടന്ന് ആര് കേൾക്കായി. എന്റെ കാലം അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേടെ കുറെ കരിയും ഉടുപ്പും ഒക്കെ കൊണ്ടുവന്ന് എനിക്ക് ഉടുപ്പിടിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴും ഞാൻ കവര നോക്കി കുഞ്ഞായെ പറ്റിച്ച്. പക്ഷെ കുഞ്ഞ സമ്മതിച്ചില്ല ഗൈസ്. എന്നെ കവരാനായിട്ട് സമ്മതിച്ചില്ല. ഇപ്പം കമല സമ്മതിക്കാതെ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പൊ ഞാൻ ഇരിക്കണം എന്നാണ് അവര് പറയുന്നത്. ഞാൻ ഇരിക്കുന്നില്ല. ഞാനൊന്നും ശ്രമമൊന്നും തുടങ്ങില്ല. എനിക്കിവിടെ എന്നെ ഇവിടെ കമലാൻ പോലെ അവർ സമ്മതിക്കുന്നില്ല. അപ്പൊ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്നെ നാട്ടിൽ ഇങ്ങനെ തൂക്കി പിടിച്ചേക്കുന്നത്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടാണ് എന്നെ തൂക്കി പിടിച്ചേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച തലയിലൊരു റബ്ബർ ബാൻഡ് ഇടാന്ന്. ഈ ഉമ്മച്ചി നിർബന്ധിച്ച് ഇടിയിപ്പിക്കുന്നതാണ്. എനിക്കിഷ്ടമൊന്നുമില്ല ഈ ബാൻഡ് ഇടുന്നതെന്നും. അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് കരി വരച്ചില്ല എന്നുള്ളത്. അങ്ങനെ കരി വരച്ചിരുന്നതാണ് ഈ കാണുന്നത് കേട്ടാ. കരി വരച്ച് കോളമാക്കി ഞാൻ അങ്ങനെ കുറെ കഥയൊക്കെ ചെയ്യാട്ടാ. ഇവരെന്നെ പറ്റിച്ച് ഇവരെനിക്ക് എന്തോ കയ്യിലെടുത്ത് തന്നിട്ടാണ് ഇവർ കരി വരയ്ക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർത്ത കരി വരച്ചില്ലെന്ന്. നോക്കിയപ്പോ അവരെന്റെ മുഖം കോളമാക്കി ഗൈസ്. അപ്പോഴും ഞാൻ കമല നോക്കി. ഇവര് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് കാര്യമൊക്കെ വരച്ച് എന്നില്ല കഥ കളിച്ച് കൊണ്ടുപോകും പോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഇതൊന്നാക്കി സമ്മതിച്ചില്ല. എന്നാലും എന്നെ നിർബന്ധിച്ച് കരി വരച്ച് മുഖമൊക്കെ അങ്ങ് കോളമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞാക്ക് എത്ര പണിയിട്ട് കുഞ്ഞാക്ക് മനസ്സിലാവുന്നില്ല. ആ സാധനം എനിക്ക് കളിക്കാൻ തരാൻ പറഞ്ഞു. ഇപ്പൊ കളിക്കാൻ തരാൻ വയ്യ, കരി വരച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ലുക്ക് ഇതാണ്. കൊള്ളാവോ? സുന്ദരിയല്ലേ? അപ്പൊ ഇതാണ് ഞാൻ ഒരുങ്ങിയിട്ട് ചോറ് തിന്നാൻ പോവാനായിട്ടിരിക്കണം. ഇത്രയും നേരം അവരെനിക്ക് ചോറ് തരാനെന്നും പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ട് അവര് മാത്രം പോയി ചോറ് തിന്നു.